നമസ്കാരം. പ്രത്യേക ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഹ്രസ്വ സന്ദർശനം കേരളത്തിൽ പൂർത്തിയാക്കിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിൽക്കുന്ന അപൂർവമായ ചരിത്ര സന്ദർഭത്തിനു കൂടി കേരളം ഇതിനിടെ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ചുള്ള വിഷയങ്ങൾ, പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ പ്രൈം ടൈം മണിക്കൂറുകൾ മാറ്റിവെച്ചിരിക്കുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട അതിഥികൾ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. CPIMൻ്റെ നേതാവ് ഡോക്ടർ എ സമ്പത്ത് നമ്മളോടൊപ്പം തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ പങ്കെടുക്കുന്നു. മോഹൻ ശങ്കർ, ആർ ശങ്കറിൻ്റെ മകൻ കൂടിയായ KPCC എക്സിക്യൂട്ടീവ് അംഗം മോഹൻ ശങ്കർ കൊല്ലത്ത് നിന്ന് തത്സമയം നമ്മളോടൊപ്പം പങ്കുചേരുന്നുണ്ട്. അതുപോലെ തന്നെ മാധ്യമ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കർ കൊച്ചിയിൽ നിന്ന്, മാധ്യമപ്രവർത്തകനായ A സജീവൻ കോഴിക്കോട്ട് നിന്ന്, ഒപ്പം തന്നെ ചെറിയാൻ ഫിലിപ്പ് ഞങ്ങളുടെ തിരുവനന്തപുരം സ്റ്റുഡിയോയിലും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, വിവാദങ്ങൾക്കിടയ്ക്ക് ആർ ശങ്കർ പ്രതിമ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തു. ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയതിനാൽ മുഖ്യമന്ത്രി പങ്കെടുത്തില്ല. ജനപ്രതിനിധികളും ചടങ്ങ് ബഹിഷ്കരിച്ചു. ആർ ശങ്കർ സംഘപരിവാറുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഹിന്ദു നേതാവ് ആണെന്ന് മോദി പറഞ്ഞതാണ് ഇതിനിടയിലെ പ്രധാനപ്പെട്ട വാർത്ത. അതോടൊപ്പം KPCCയുടെ നേതൃത്വത്തിൽ സമാന്തര പ്രാർത്ഥനാ യോഗവും തിരുവനന്തപുരത്ത് നടന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കിയ വിവാദങ്ങൾക്കിടയിൽ ആർ ശങ്കറിന്റെ പൂർണ്ണകായ പ്രതിമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാവരണം ചെയ്തു. മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും രൂപീകരിച്ച പ്രജാമണ്ഡലത്തെ ഓർമ്മിപ്പിച്ചും ജനസംഘത്തിന്റെ നേതാവ് ശ്യാമപ്രസാദ് മുഖർജിയുമായി ആർ ശങ്കറിനുണ്ടായിരുന്ന ബന്ധം അനുസ്മരിച്ചുകൊണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം. ആർ ശങ്കർ സംഘപരിവാറുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഹിന്ദു നേതാവാണെന്നും മോദി പറഞ്ഞു. समारोह में उन्होंने श्यामा प्रसाद मुखर्जी को निमंत्रित किया था। श्यामा प्रसाद मुखर्जी जिन्होंने जनसंघ की स्थापना की और जिसमें से बाद में भारतीय जनता पार्टी बनी, और जिस भारतीय जनता पार्टी का मैं कार्यकर्ता होने का गर्व अनुभव करता हूं, उन श्यामा प्रसाद मुखर्जी को आर शंकर जी ने यहां के समारोह के लिए निमंत्रित किया था. പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ പ്രസംഗത്തിന്റെ രണ്ടാം പാതി. ശങ്കറിന്റെ പ്രതിമ അനാവരണം ചെയ്യാൻ അവസരം നൽകിയതിൽ SNDPയോട് നന്ദി പറഞ്ഞാണ് മോദി വാക്കുകൾ അവസാനിപ്പിച്ചത്. എന്നാൽ പ്രതിമാ അനാച്ഛാദനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ വിഷമമുണ്ടാക്കിയെന്ന് ആർ ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കർ പറഞ്ഞു. ശങ്കറിന്റെ കുടുംബാംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തില്ല. ഒന്നാമത് 100% ഒരു ഗാന്ധിയനായിരുന്ന ആർ ശങ്കർ ഒരു കാരണവശാലും RSSന്റെ പ്രവർത്തകനായി പോയില്ല എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായിട്ടും വിഷമമുണ്ട്. ആർ ശങ്കറിനെ ഏറ്റെടുക്കാൻ BJP നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ KPCC കൊല്ലത്തും തിരുവനന്തപുരത്തും ശങ്കറിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ പ്രാർത്ഥനാ സംഗമം നടത്തി. മോദി ചരിത്രത്തെയും ആർ ശങ്കറിന്റെ രാഷ്ട്രീയ പൈതൃകത്തെയും വളച്ചൊടിച്ചെന്ന് ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. ആർ ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കർ ഇപ്പോൾ ഈ വാർത്തയ്ക്കിടെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ മോഹൻ ശങ്കർ തന്നെ നമ്മളോടൊപ്പമുണ്ട്. മോഹൻ ശങ്കർ, ഇത് വിവാദമായതിന് പിന്നാലെ മോദി താങ്കളുടെ പിതാവിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ കൊല്ലത്തെത്തുന്നതിന് തൊട്ടു മുമ്പുള്ള മണിക്കൂറുകളിൽ താങ്കൾ പറഞ്ഞത് ആർ ശങ്കർ ഗാന്ധിയനായിരുന്നു, അദ്ദേഹത്തെ RSSകാരനായി ചിത്രീകരിക്കാനുള്ള ശ്രമം വേദനാജനകമാണ് എന്ന് അഭിപ്രായപ്പെട്ടു. അതേ ദിവസം തന്നെ അവിടെ നടന്ന പ്രസംഗത്തിൽ ആർ ശങ്കർ എത്തരത്തിൽ ഹിന്ദുത്വവാദിയാണ് എന്ന് സൂചിപ്പിക്കാവുന്ന തരത്തിൽ ആർ ശങ്കറിനെ കുറിച്ച് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ആകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ വാദം, മകൻ്റെ വാദം, പിതാവിനെ കുറിച്ചുള്ള മകൻ്റെ വാദം, അദ്ദേഹത്തിൻ്റെ എല്ലാവർക്കും അറിയാവുന്ന ഹിന്ദു മഹാമണ്ഡലം ആ ചരിത്രം മുൻനിർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. മകൻ്റെ പ്രതികരണം, കോൺഗ്രസ് നേതാവായ മോഹൻ ശങ്കറിൻ്റെ പ്രതികരണം. താങ്ക് യു മിസ്റ്റർ ചന്ദ്രശേഖരൻ. ഞാൻ ഈ ഹിന്ദു മഹാമണ്ഡലം എന്ന് പറയുന്നത് എൻ്റെ വളരെ ചെറുപ്പകാലത്തുള്ളവരാണ്. പക്ഷേ എനിക്ക് ഹിന്ദു മഹാമണ്ഡലത്തെ പറ്റി കേട്ടുള്ള പരിചയമാണ്. അതിനകത്ത് ഹിന്ദു മഹാമണ്ഡലത്തിൽ ശ്രീ മന്നത്ത് പത്മനാഭനും ശ്രീ ആർ ശങ്കർ ഒരുമിച്ച് നിന്നാണ് പ്രവർത്തിച്ചത്. അതിൻ്റെ പ്രവർത്തന ശൈലി, അതിൻ്റെ പ്രവർത്തന ഉദ്ദേശവും എന്ന് പറയുന്നത് ഹിന്ദുക്കളെ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു. ഇത് കേരള ഹൗസിൽ ഉണ്ടായിട്ടുള്ള സംഭവവും അതിനുശേഷവും എല്ലാം തന്നെ അത് എന്ത് സംഭവിച്ചാലും ഉരുണ്ട് പുരണ്ട് വിടാം. അയ്യോ ഞാൻ പാവം,
എല്ലാത്തിൻ്റെയും ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിന് എന്തോ ഇതൊരു ഹി ഹാസ് സംതിങ് ടു ബെയിൽ ഔട്ട് എന്നുള്ളത് പോലെയാണ്. എന്ത് വന്നിരുന്നാലും അദ്ദേഹം ഇതിൽ നല്ല പിള്ള ചമയാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. പറയാനുള്ള ആർജവം കാണിക്കണ ഒരു മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് താൻ പങ്കെടുക്കാത്തത്? ആരാണ് തന്നോട് പങ്കെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞത്? നമ്മളെല്ലാവരും കണ്ടതാണ് രാഖി രാമായണ ഒരു ശിലാഫലകം അവിടെ നിന്ന് ഇങ്ങനെ സ്വയംഭൂവാകുന്നത് പോലെ സ്വയം അപ്രത്യക്ഷമാകുന്നതും മറ്റൊരു ശിലാഫലകം അവിടെ പ്രത്യക്ഷപ്പെടുന്നതും. ഇതെല്ലാം പൊതുസ്വത്തായ ഒരു സ്ഥലത്താണ് ഇത് നടത്തുന്നത്. സമ്പത്ത് തിരിച്ചു വരാം. ശരത്ചന്ദ്ര പ്രസാദ്, താങ്കൾക്ക് പ്രതികരിക്കാനുണ്ടാകും. സമ്പത്ത് പറയുന്നു ഇതാ പട്ടേലിനെ റാഞ്ചിയതുപോലെ ഹൈജാക്ക് ചെയ്തതുപോലെ ഇവിടെ ഇപ്പോൾ ശങ്കറിനെയും ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി മൗനമായി നിൽക്കുന്നു. ഇന്നുപോലും മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ, പരാതിപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ മോഡി അവിടെ തിരിച്ചെത്തുമ്പോഴേക്കും പരാതിപ്പെടും എന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായത്. എന്തു പറയുന്നു സമ്പത്തിൻ്റെ വാദത്തോട്, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഇതേക്കുറിച്ച് മാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനത്തോട് മറുപടി? മോദിയുടെ നേതൃത്വത്തിലുള്ള BJP അടുത്ത കാലത്ത് ഇന്ത്യക്കകത്തും നടത്തുന്ന പ്രചരണം എന്ന് പറയുന്നത് ഹിന്ദുക്കളാണെങ്കിൽ നിങ്ങൾ BJP ആകണം, ഹിന്ദുക്കളായി ജീവിച്ചിരുന്നവരെല്ലാം BJP ആയിരുന്നു, ഇനിയും ഹിന്ദുക്കളായി ജീവിക്കണമെങ്കിൽ നിങ്ങളെല്ലാം BJP ആകണം എന്നൊരു സന്ദേശത്തിലേക്ക് പതിയെ പതിയെ നീങ്ങുന്ന കാഴ്ച. അതുകൊണ്ടാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ ഇന്ത്യയിൽ ആദ്യമായി RSSനെ നിരോധിച്ച മന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ആ സർദാർ വല്ലഭായ് പട്ടേലിനെ BJP ആക്കി മാറ്റാൻ നടത്തിയ ഒരു പ്രതിമ സൃഷ്ടിച്ചുകൊണ്ട്, അപ്പോൾ പ്രതിമ കൊണ്ടുള്ള സമുദായ സംഘടനകളും പ്രതിമകളും കൊണ്ട് നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ ക്രിക്കറ്റ് വേലകളാണ് നരേന്ദ്രമോദിയും അമിത്ഷായും തമ്മിൽ രാജ്യവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ആൻഡ് വ്യൂസ് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ നടത്തിയ ഹ്രസ്വ സന്ദർശനം, അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ, ഒപ്പം തന്നെ അതോടൊപ്പം ഉണ്ടായ പ്രതിമാ വിവാദം എന്നിവയാണ് ഞങ്ങൾ പരാമർശിച്ചത്. പ്രതിമാ വിവാദം ഉണ്ടായി എങ്കിൽ പോലും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ അറിയിച്ചത് കൊല്ലത്തെ പരിപാടിയിൽ താൻ പങ്കെടുക്കില്ല എന്ന് മാത്രമാണ്. അതേസമയം ജനങ്ങളെ അറിയിച്ചിരിക്കുന്നത് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ നിർദ്ദേശപ്രകാരം, ആവശ്യപ്രകാരം ആ പരിപാടിയിൽ നിന്ന് താൻ വിട്ടുനിൽക്കപ്പെട്ടു എന്നാണ് ജനങ്ങളെ അറിയിച്ചത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചപ്പോൾ ശിവഗിരിയിലെ ഇന്ന് നടന്ന പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ കൂടി പങ്കെടുക്കില്ല എന്ന് മുഖ്യമന്ത്രി അറിയിക്കുകയുണ്ടായി. അത്തരം ഒരാവശ്യം അവിടെ നിന്ന് ശിവഗിരി അധികാരികളിൽ നിന്ന് ഉണ്ടായിട്ടില്ലാതിരിക്കെ മുഖ്യമന്ത്രിയുടെ ഉദ്ദേശം എന്തായിരുന്നു ഇത്തരത്തിലുള്ള രണ്ട് പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കലിലൂടെ ഉണ്ടായത് എന്ന സംശയം ഉയരുകയാണ്. വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രിയും ചേർന്ന് മുഖ്യമന്ത്രിക്ക് BJPയാൽ ആക്രമിക്കപ്പെടുന്നു എന്ന ഒരു ഇരയുടെ പരിവേഷം, രക്തസാക്ഷിയുടെ പരിവേഷം കിട്ടാൻ വേണ്ടി ഒരു രാഷ്ട്രീയ നാടകം കളിക്കുകയായിരുന്നു. പ്രതിമാ വിവാദം എന്നത് പ്രതിമാ നാടകം ആയിരുന്നോ എന്ന ഒരു സംശയം ഉന്നയിക്കപ്പെട്ടിടത്താണ് ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി പറയുകയാണ്. നമസ്കാരം.